ബാംഗ്ലൂരിൽ നിന്നെത്തിയ രണ്ട് യുവാക്കൾ MDMA-യുമായി പിടിയിലായി. കാക്കനാട് സ്വദേശി സുർജിത്ത്, കോമ്പാറ സ്വദേശി റിയാസ് എന്നിവരാണ് പിടിയിലായത്. 6 ഗ്രാം MDMA ആണ് ഇവരിൽ നിന്നും പിടികൂടിയത്. കൂടുതൽ വിവരങ്ങളുമായി ഷീന മാർട്ടിനാണ് ചേരുന്നത്. ഷീന, ലഹരിക്കടത്ത്, ലഹരി ഒഴുക്ക് തടയാൻ വേണ്ടി പലതരത്തിലുള്ള പ്രയത്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് ഇത്തരത്തിൽ ലഹരി ഇവിടേക്ക് എത്തുന്നത്. ഇപ്പോൾ പിടികൂടിയത് ആരൊക്കെയാണ്? കൂടുതൽ വിവരങ്ങൾ. സ്വാതി പറഞ്ഞ പോലെ തന്നെ കൊച്ചിയിലേക്കുള്ള ലഹരി ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ ഈ കാണുന്നത്. രാവിലെ നമ്മൾ വാർത്ത കൊടുത്തിരുന്നു, അതായത് ബാത്റൂമിൽ നിന്ന്, ആലുവ KSRTC സ്റ്റാൻഡിന്റെ ബാത്റൂമിൽ നിന്ന് ഇത്തരത്തിൽ മയക്കുമരുന്നും സിറിഞ്ചുകളും കണ്ടെടുത്തു എന്ന വാർത്ത. അപ്പോൾ തന്നെ പോലീസ് ആ പരിസരം പരിശോധനാ വിധേയമാക്കിയിരുന്നു. കനത്ത പരിശോധന തന്നെ ആലുവ KSRTC ബസിന്റെ ഭാഗത്തും പരിസരത്തും ബാത്റൂമുകളിലുമൊക്കെയായി തന്നെ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നെത്തിയ 2 യുവാക്കളാണ് MDMA-യുമായി ഇത്തരത്തിൽ പിടിയിലായത്. ഏകദേശം 6 ഗ്രാം MDMA ആണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. കാക്കനാട് സ്വദേശിയായ സുർജിത്ത്, കോമ്പാറ സ്വദേശി റിയാസ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ അത് തന്നെയാണ്. ബാംഗ്ലൂരിൽ നിന്നും എത്തിയ 2 യുവാക്കളാണ് ഇപ്പോൾ MDMA-യുമായി പിടിയിലായിരിക്കുന്നത്. കാക്കനാടും കോമ്പാറയും സ്വദേശികളായ 2 യുവാക്കളെയാണ് ഇത്തരത്തിൽ പിടികൂടിയത്.